شماوة ووراء وروخة قدش العالمين آمين. تشبخت لا بمرومي تشبخت لا بمرومي تشبخت لا بمرومي وعلى رعش لما وصورة ولونينا شاب العدان العلمين آمين. بارخوا هاوند وشميان فقداش مختفي ملكوثة قديش هاوند وشميان. In the worshipful and glorious name of the Holy Trinity, the Father, and the Son, and the Holy Spirit. Amen. By virtue of our apostolic and patriarchal authority as successor to the blessed apostles Mar Thomas of the 12 and Mar Adde and Mar Mary of the 72, who discipled the East, we declare, at the request of our venerable brother, His Eminence Mar Abram Metropolitan, and the most reverend bishops of the Archdiocese of India, and with the consensus of all the clergy and faithful of the Church of the East in India, our Holy Synod conducted a sufficient inquiry and examination into the life and virtues of the blessed of memory Mar Awimak Timotheus, Metropolitan Bishop of the Archdiocese of Malabar and all India from 1908 to 1945, who labored tirelessly for the building up of the Holy Church in India and displayed an extraordinary and virtuous Christian life attested by the faithful of the Church of the East in India and confirmed by many miracles attributed to his prayers. Therefore, we acknowledge his heroic and saintly virtues and solemnly canonize Mar Awimak Timotheus Metropolitan and declare his sanctity. തിരുമേനി വെഞ്ചരിച്ചു നൽകിയിരുന്ന വെള്ളം പലർക്കും വലിയ ആശ്വാസവും സാന്ത്വനവും ആയിരുന്നു. രോഗശമനത്തിനും കൃഷി അഭിവൃദ്ധിക്കും എന്നുവേണ്ട ദുഷ്ടതയോടും ആത്മാക്കളോടും പൊരുതാൻ പലപ്പോഴും അത് ആയുധവും ആയിരുന്നു. വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1908 ഫെബ്രുവരി 27 തീയതിയാണ് ദൈവിക ചൈതന്യം തുടിച്ചു നിൽക്കുന്ന ആ മഹാത്മാവ് ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശിവപേരൂരിൽ കാലുകുത്തി നാടിനെ ധന്യമാക്കുന്നത്. സൂക്ഷ്മമായ ദൈവിക പരിപാലന പദ്ധതിയുമായി മാർ അഭിമലേഖ് തിമോഥെയോസ് മെത്രാപ്പൊലീത്ത എത്തിച്ചേർന്നത് കാലുഷ്യവും മാത്സര്യവും വിലാപങ്ങളും നിറഞ്ഞു നിന്ന ഇന്ത്യയിലെ, പ്രത്യേകിച്ച് തൃശൂരിലെ ക്രിസ്തീയ മക്കൾക്കിടയിലേക്കാണ് ഊർമിയ തടാകത്തിന്റെ തീരത്ത് നിന്ന് തിരുമേനി ആഗതനായത്. ആരായിരുന്നു മാർ അഭിമലേഖ് തിമോഥെയോസ് തിരുമേനി? അദ്ദേഹം എവിടെ നിന്ന് വന്നു? ആരാണ് അദ്ദേഹത്തെ ഇവിടേക്ക് അയച്ചത്? ചരിത്രത്തിന്റെ താളുകളിൽ ഇതിന്റെ ഉത്തരമുണ്ട്.
പുരാതന തുർക്കിയുടെ ഭാഗമായിരുന്ന ഗുദ്ശാനീസിലെ മാർ ബീഷോ എന്ന ഗ്രാമത്തിൽ ഏറ്റവും പുരാതന ക്രിസ്തീയ തറവാടായിരുന്ന ബീത്കിലൈത്ത കുടുംബത്തിൽ നിന്നുമാണ് നമ്മുടെ പുണ്യ തിരുമേനിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ബീത്കിലൈത്ത കുടുംബാംഗമായിരുന്ന ഈശൈ കശിഷയുടെയും മാർ ഷീമോൻ കുടുംബാംഗമായ മാർഗനീത്തയുടെയും 7ാമത്തെ കുഞ്ഞായി 1878 ആഗസ്റ്റ് മാസം 28-ാം തീയതി ആബുമാസം 15-ാം തീയതി അബിമലേക് എന്ന അരുമമകൻ പൂജാതനായി. മാതാപിതാക്കൾ തങ്ങൾക്കു ലഭിച്ച അനന്തമായ ദൈവകാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ വർഷം സ്ലേവ തിരുനാളിന് മാമോദിത നടത്തി. സാധാരണ ബാലനിൽ കാണാത്ത ഈശ്വരഭക്തിയും മതബോധവും അബിമലേക്കിൽ പ്രകടമായിരുന്നു. അതിരാവിലെ മരം കോച്ചുന്ന തണുപ്പിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പോകുന്ന പിതാവിനെ അത്യുത്സാഹത്തോടെയാണ് കൊച്ചു അബിമലേക്ക് അനുഗമിക്കുമായിരുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആത്മീയ കാര്യങ്ങളിലും ദൈവിക ചിന്തയിലും ഭക്തിയിലും കുഞ്ഞ് അബിമലേക്ക് അതീവ ശുഷ്കാന്തി കാണിച്ചു പോന്നു. As you know, I am related to Saint Matthias because he is the uncle of my grandfather from mother's side, and even my mother was named after his sister Miriam. മാർ തിമോത്തിയോസ് എന്റെ ബന്ധുവാണ്. എന്റെ അമ്മയുടെ അപ്പാപ്പന്റെ അങ്കിളായിരുന്നു അഭിവന്ദ്യ തിരുമേനി. തിമോത്തിയോസ് തിരുമേനിയുടെ സഹോദരിയുടെ പേരാണ് എന്റെ അമ്മയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഞാനൊരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ തിരുമേനിയുടെ അതിശയ കഥകൾ കേട്ടാണ് വളർന്നത്. That happened when he was a little boy in his own village. It says that one day while he was a very young boy, ഒരു ദിവസം ഒരു വിവാഹ ഘോഷയാത്ര അവരുടെ വീടിന് മുൻപിലൂടെ കടന്നു പോവുകയായിരുന്നു. കുഞ്ഞു തിമോത്തിയസിനെ അകത്ത് ഒറ്റയ്ക്കാക്കി എല്ലാവരും അത് കാണാൻ പോയി. Mother, father, all relatives, they used to live in one house, so they went out to watch the couple, the processions of the weddings in the streets of the village, and they left Marty Matthias as a young boy at the house. അകത്തേക്ക് തിരിച്ചു വന്നപ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന യോഗർട്ടിലേക്ക് വിരലുകൾ താഴ്ത്തുന്ന തിമോത്തിയോസിനെയാണ് അവർ കണ്ടത്. When the wedding passed and everything, they went back to the room, and to their surprise they saw that Marty Matthias, while he was a little boy, dipping his finger in the yogurt bowl of തൊട്ടടുത്ത yogurt, യോഗർട്ടിലേക്ക് തലയിട്ടിരിക്കുന്ന കുഞ്ഞു പാമ്പിനെയും and also was trying to eat from കുഞ്ഞു തിമോത്തിയോസ് പാമ്പിനെ തന്റെ വലതു കരം കൊണ്ട് പിടിക്കുകയും പാമ്പ് ആ കയ്യിലിരുന്ന് ചത്തുപോവുകയും ചെയ്തു. in his right hand, and because of his, as a little boy, pressure of his fingers, the snake died. The snake suffocated, and they saw that he was dipping the head of കയ്യിലിരിക്കുന്നത് പാമ്പാണെന്ന് അറിയാതെ അതുകൊണ്ട് യോഗർട്ട് മുക്കി തിന്നുന്ന കുഞ്ഞിനെ കണ്ട് എല്ലാവരും അതിശയിച്ചുപോയി. He's got a future of holiness in the church. Many other stories I have that I can tell, but I feel proud myself, and I believe that the whole of the Church of the East worldwide, and especially the Church in India, they feel proud that we have reached this point after so many years, that canonization of Marty Matthias, മാർ അഭിമലേക് തിമോത്തിയോസ് തിരുമേനിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ ഈ അവസരത്തിൽ അദ്ദേഹത്തെ പ്രതി ഞാൻ അഭിമാനം കൊള്ളുന്നു. of Elam of Iraq are the two metropolitans who, since the 13th, I can say the 14th century, will be the first two metropolitans that be canonized in the Church of the East. ബാല്യം മുതൽക്കേ അനാരോഗ്യവാനായിരുന്ന അബിമലേക്കിന് കുറച്ചു വൈകിയാണ് വിദ്യാഭ്യാസത്തിൽ കാര്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്.
അസീറിയൻ മിഷൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് റവറൻ W.H. ബ്രൗൺ, റവറൻ W.A. വിഗ്രാം എന്നിവരായിരുന്നു. വിദ്യാഭ്യാസ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അബിമലേക്കിന്റെ ആരോഗ്യം ക്ഷയിച്ച് മരണം വരെ വൈദ്യന്മാരാൽ പ്രവചിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം മലമുകളിലേക്ക് കയറിപ്പോകുകയും കുറച്ചു നാളുകൾ പ്രാർത്ഥനയിലും ഏകാന്തവാസത്തിലും കഴിയുകയും ചെയ്തതിനു ശേഷം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തിയത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. തിരിച്ചുവന്ന അബിമലേക്ക് താൻ പഠിച്ചിരുന്ന വിദ്യാലയത്തിൽ അധ്യാപകനായി ചേരുകയും കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ പ്രസിന്റെ മേൽനോട്ടം നിർവഹിക്കുകയും ചെയ്തു പോന്നു. യുവാവായ അബിമലേക്കിന്റെ കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം കണ്ട് ആളുകളെല്ലാം അദ്ദേഹം ഒരു പുരോഹിതനായി തീരുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു താപസ ജീവിതം നയിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 1903 മാർ റൗവൽ ഷിമോൻ ദിവംഗതനായി. തുടർന്ന് മാർ ബെഞ്ചമിൻ ഷിമോൻ പാത്രിയാർക്കീസായി സ്ഥാനമേൽക്കുകയും അതിനുശേഷം തന്റെ പൂർവ്വ സുഹൃത്തായ അബിമലേക്കിനെ പുരോഹിത പട്ടം ഏൽപ്പിക്കാൻ നിർബന്ധിക്കുകയും 1903 ജൂലൈ 7 ഷമ്മാശനായും പിന്നീട് കശീഷയായും 1904 മെയ് 30 അർക്കദിയാക്കോനായി ഉയർത്തപ്പെടുകയും ചെയ്തു. കേരളത്തിലെ ക്രിസ്തീയ സമൂഹം മാർ ഔദീശോ തിരുമേനി ദിവംഗതനായതിനു ശേഷം ഇടയനില്ലാത്ത അവസ്ഥയിൽ അതീവ സങ്കടത്തിലാവുകയും ഇവിടുത്തെ സഭാമക്കൾ ഒരു ഇടയനു വേണ്ടി പാത്രിയാർക്കീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. 1904 പാത്രിയാർക്കീസിൻ്റെ പ്രധാന ആർച്ച് ഡീക്കനായി അബിമലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ സഭയിൽ നിന്ന് ഒരു എഴുത്ത് വന്നത്. ഇവിടേക്കൊരു മെത്രാപ്പൊലീത്ത, വെള്ള മെത്രാപ്പൊലീത്ത നവംബർ മാസത്തിൽ മരിച്ചുപോയി, 1900 നവംബറിൽ. അതുകൊണ്ട് ഒരു മെത്രാപ്പൊലീത്തയെ ഇന്ത്യയിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് സുറിയാനി ആകുമ്പോൾ അവിടെ നിന്നാണ് എഴുതുക. ആ 1-ാം പേജ്, ഇത് 2-ാം പേജ്. ഇവിടെയാണ് തിരുമേനിയുടെ ഒപ്പ് വരുന്നത്. തിരുമേനി എന്ന് അർക്കദിയാക്കോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കശീഷ അർക്കദിയാക്കോൻ അപ്പിത്രോപ്പ് ദ പാത്രിയാർക്ക എന്നുവെച്ചാൽ പാത്രിയാർക്കീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അവിമൽക്ക് ദൈവകൃപയാൽ പാത്രിയാർക്കീസിൻ്റെ ആദ്യം ബലഹീനനായ എന്ന വാക്കുണ്ട്, ബലഹീനനായ അവിമൽക്ക്, അത് അബിമലേക്ക് എന്നാണ്. ദൈവകൃപയാൽ ഇത് കശീഷ അർക്കദിയാക്കോൻ അപ്പിത്രോപ്പ് ദ പാത്രിയാർക്കീസ് എന്ന പേരിൽ അദ്ദേഹം ഒരു മറുപടി തന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ എഴുത്ത് മനോഹരമായ കൈയക്ഷരത്തിലാണ് ചുവന്ന മഷിയിലും കറുത്ത മഷിയിലും അയച്ചത്. ഇന്ത്യയിലേക്ക് വരുന്ന കിഴക്കിന്റെ സഭയുടെ മെത്രാന്മാരെല്ലാം കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടും കടലിൽ താഴ്ത്തപ്പെട്ടും പറങ്കികളാൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നതിനാലും അവർ പിതാവിന്റെ യാത്രാരംഭം മുതലേ അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ പിന്തുടർന്നതിനാലും വളരെ ക്ലേശകരമായിരുന്നു തിരുമേനിയുടെ യാത്ര. വിശുദ്ധ മൽക്യ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് കെട്ടി ഒരു അറബിയുടെ വേഷത്തിൽ പല പല തടസ്സങ്ങൾ താണ്ടി 27 ശ്വത്വമാസം 15 തീവണ്ടി മാർഗം തൃശ്ശിവപേരൂരിൽ എത്തിച്ചേരുകയും ചെയ്തു. ഘോഷയാത്രയായി എഴുന്നള്ളിയ പിതാവിന്റെ കുതിരവണ്ടിയിൽ നിന്ന് കുതിരകളെ വേർപെടുത്തി ആവേശഭരിതരായ യുവാക്കൾ ആ വണ്ടി തങ്ങളുടെ തോളിലേറ്റി വലിച്ചുകൊണ്ടാണ് തൃശൂർ വലിയ പള്ളിയിലേക്ക് വന്നത്. അതിൽ മുന്നിൽ നിന്നിരുന്ന 2 യുവാക്കളായ C.A. ഔസേഫ്, C.R. ഇയുണ്ണി എന്നിവർ പിന്നീട് കൊച്ചി, തിരുക്കൊച്ചി എന്നിവിടങ്ങളിലെ മന്ത്രിമാരായി തീർന്നു എന്നത് തികച്ചും യാദൃശ്ചികം. ജീവനുള്ള ദൈവത്തിന്റെ ചൈതന്യം തുടിച്ചു നിന്നിരുന്ന തിരുമേനിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകൾ കർത്താവിന്റെ അടുത്ത ബന്ധുവായി വിശ്വസിച്ചു പോയി എന്ന് പഴമക്കാർ പറയുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ താക്കോൽ. അതിരാവിലെ എഴുന്നേൽക്കുകയും മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുമായിരുന്നു. മധ്യാഹ്നത്തിലും സന്ധ്യാസമയങ്ങളിലും അദ്ദേഹം പ്രാർത്ഥനാ മുറിയിലായിരുന്നു. ചുറ്റുപാടുകളിലും അനുഗ്രഹം പരത്തി തിരുമേനി ഓരോ ദിവസവും മുന്നോട്ടു പോയി. മനുഷ്യജന്മത്തിന് താങ്ങാനാവാത്ത ഭാരങ്ങൾ അദ്ദേഹത്തിന് സഹിക്കാനായത് പ്രാർത്ഥനാശക്തി കൊണ്ടൊന്നു മാത്രമാണ്. ഇടയനില്ലാത്ത ആട്ടിൻപറ്റം ചിതറിപ്പോകുകയും പരസ്പരം കലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് തിരുമേനി ആഗതനാകുന്നത്. ഈ അവസരത്തിൽ ആദ്യം താൻ സ്വായത്തമാക്കേണ്ടത് ഇവിടുത്തെ പ്രാദേശിക ഭാഷയാണെന്ന് മനസ്സിലാക്കി
തിരുമേനി മലയാളത്തിൽ പ്രാവീണ്യം നേടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നേരത്തെ ബാല്യത്തിൽ തന്നെ അറിവ് നേടാനുള്ള അനന്തമായ ദാഹവും അനുപമമായ ബുദ്ധിശക്തിയും കഠിനാധ്വാനവും നിമിത്തം 10 കൊല്ലത്തെ ഉർമിയ പേർഷ്യയിലുള്ള വിദ്യാഭ്യാസം കൊണ്ട് അബിമലേക് വേദതത്വശാസ്ത്രം, തത്സ, പ്രാർത്ഥനാക്രമം, സുൻഹാദോസ്, സഭാചരിത്രം, വ്യാകരണം, ഗണിതശാസ്ത്രം, ഭൂമിശാസ്ത്രം, തുർക്കി ഭാഷ എന്നീ വിഷയങ്ങളിൽ അതിപ്രശസ്തമായി വിജയിച്ച് ഡിപ്ലോമ നേടിയിരുന്നു. തിരുമേനിയുടെ ആധ്യാത്മിക ഉണർവും പ്രഭാഷണങ്ങളിലെ വശ്യതയും ദൈവാംശത്തിന്റെ അനുഭവവും ക്രൈസ്തവരും അക്രൈസ്തവരുമായ അനേകം ആളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും തിരുമേനി ശരിക്കും ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. തെറ്റായി ചമച്ചെടുക്കപ്പെട്ട ഒരു കോടതി വ്യവഹാരം അദ്ദേഹത്തിനെതിരെ നൽകപ്പെടുകയും വലിയ പള്ളിയോട് ചേർന്ന കെട്ടിടത്തിന്റെ മട്ടുപ്പാവിലായിരുന്ന തിരുമേനിയെ വലിയ പള്ളിയിൽ നിന്ന് വെടിവെച്ചു കൊല്ലാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്നത് എഴുതപ്പെട്ട ചരിത്രമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും വിശ്വാസത്തിന്റെ പാതയിൽ നിന്നും തിരുമേനി വ്യതിചലിച്ചില്ല. ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ സഭയെ പുനരുദ്ധരിക്കാനും സഭയുടെ ഭാവി പ്രത്യാശാപൂർണമാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷ് റെസിഡന്റുമാരായും കൊച്ചി മഹാരാജാക്കന്മാരുമായും അദ്ദേഹം ഊഷ്മളമായ ബന്ധം നിലനിർത്തി. തന്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് പകരം തിരുമേനിക്കുള്ള കത്തുകളിൽ മഹാരാജാവ് ഒപ്പിടുമായിരുന്നു എന്നത് പ്രത്യേകം പ്രസ്താവിക്കേണ്ടതാണ്. സെമിനാരി തിരുമേനിയുടെ ഒരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ അദ്ദേഹം ആരംഭിച്ചു. അതിനു മുന്നോടിയായി സഭാപരമായ പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് മാർ നർസൈ പ്രസ്. ആറാമയ അല്ലെങ്കിൽ സിറിയാനി എന്ന് അറിയപ്പെടുന്ന സിറിയക് പ്രിൻറ്റിംഗ് ആരംഭിക്കാൻ തിരുമേനി നിശ്ചയിച്ചു. അതിന് ലെറ്റേഴ്സ് വേണം. അത് കൊത്തിയെടുത്ത് അത് പുതിയതായിട്ടുണ്ടാക്കിയൊരു പുതിയ സംരംഭമായിരുന്നു. അതുകൊണ്ട് തിരുമേനി തൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കസിനാണെന്ന് പറയുന്നു ജോസഫ് ഡി കെല്ലൈത്ത എന്ന ശമാശനെ കൊണ്ടുവന്നു. എന്നിട്ട് തൃശ്ശൂർ മറിയോനാമന്ദാന പള്ളിയിൽ താമസിപ്പിച്ച് അവിടെ ഈ അക്ഷരങ്ങളൊക്കെ കൊത്തിയെടുത്ത് അക്ഷരങ്ങൾ നല്ലൊരു സെറ്റ് സുറിയാനി അക്ഷരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രസ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയി. അപ്പോൾ തിരുമേനി വിചാരിച്ചു, അയ്യോ അയാൾ ഇതെല്ലാം കൊണ്ടുപോയല്ലോ, ഇനി എനിക്ക് സുറിയാനി അടിക്കാൻ എന്ത് ചെയ്യണം? ഈ ശമാശനെ തന്നെ സംഘടിപ്പിച്ച് അയാളെ കൊണ്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചോദിച്ച് അയാളുടെ ആദ്യത്തെ സെറ്റ് അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ളത് മൂസൽ എന്ന പട്ടണത്തിൽ ഇറാഖിൽ വെച്ചിട്ട് അവിടെ സ്ഥാപിച്ച് കുറേ പുസ്തകങ്ങൾ അടിക്കാനായിട്ടിട വന്നു. ബാക്കിയുള്ളത് അദ്ദേഹം തന്നെ എടുത്ത് മാർ നർസൈ പ്രസ് എന്നുള്ള പ്രസ് 1101 മലയാളം മീറ അതിലാരംഭിച്ചു. പള്ളികളേക്കാൾ വിദ്യാലയങ്ങൾക്കും അരമനയേക്കാൾ പള്ളികൾക്കും തിരുമേനി മുൻഗണന കൊടുത്തിരുന്നു. ആ ദീർഘവീക്ഷണമാണ് 1990കളിൽ തന്നെ പട്ടിക്കാട് കാൽഡിയൻ സിറിയൻ ചർച്ച് സ്കൂൾ ആരംഭിക്കുന്നതിന് കാരണമായത്. പിന്നീട് അത് സർക്കാരിലേക്ക് കൈമാറുകയും ഇന്ന് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. 1926 കല്ലൂർ പള്ളിയോടനുബന്ധിച്ചും പിന്നീട് പാലക്കാപ്പറമ്പിലും തിരുമേനി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1927 സ്ഥാപിച്ച ലോവർ പ്രൈമറി സ്കൂളാണ് ഇന്നത്തെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ.
1927 തന്നെ തിരുമേനി കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംധാന പള്ളിയോട് ചേർന്നും കുരിയച്ചിറ മാർ മാറി ശ്ലീഹ പള്ളിയോട് ചേർന്നും നല്ലങ്കരയിലും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ രൂപീകരണത്തിൽ തിരുമേനിയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. കോളേജ് അഫിലിയേഷന്റെ ഒരു മാനദണ്ഡമായിരുന്ന ലൈബ്രറിക്ക് വേണ്ട പുസ്തകത്തിന്റെ നല്ലൊരു ഭാഗം തിരുമേനി സ്വന്തം ശേഖരത്തിൽ നിന്നാണ് പങ്കുവച്ചത്. 8 പള്ളികൾ തിരുമേനിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചു. ദിവാൻ ആർ ഷൺമുഖം അയ്യർ തൃശൂർ മുനിസിപ്പാലിറ്റിയുടെ വൈദ്യുതി വിതരണാവകാശം അവരിൽ നിന്ന് പിടിച്ചെടുത്ത് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ സന്ദർഭത്തിൽ അതിനെ ശക്തിയുക്തം എതിർക്കാനുണ്ടായിരുന്നത് തിരുമേനിയാണ്. മുനിസിപ്പാലിറ്റിയുടെ അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതുവരെ അരമനയിലോ കൽദായ സുറിയാനി പള്ളികളിലോ സ്വകാര്യ കമ്പനിയുടെ വൈദ്യുതി വേണ്ട എന്ന ശക്തമായ നിലപാടെടുത്തു നമ്മുടെ തിരുമേനി. സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങളുമായി മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി ഇടപെടാൻ തിരുമേനിക്ക് കഴിഞ്ഞിരുന്നു. ദരിദ്ര കുടുംബങ്ങൾ തൊട്ട് ധനാഢ്യന്മാർ വരെ, അടിമ സമാനരായി കഴിഞ്ഞവർ മുതൽ ഉന്നതാധികാരികൾ വരെ. ഇന്ന് ബാനർജി ക്ലബ്ബ് എന്നറിയപ്പെടുന്ന ടൗൺ ക്ലബ്ബിലെ അംഗമായിരുന്നു നമ്മുടെ തിരുമേനി. പാവപ്പെട്ടവർക്കും അശരണരായ രോഗികൾക്കും ചികിത്സാ സൗകര്യമൊരുക്കുന്നതിനു വേണ്ടി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ സർജിക്കൽ വാർഡ് ആരംഭിക്കുന്നതിനായി പണം നൽകുകയും നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിരുന്നു. സഭയുടെ വേദപഠന വിഭാഗമായിരുന്ന ഗോസ്പൽ ചിൽഡ്രൻ ഷൈനിംഗ് ലൈറ്റ് സൺഡേ സ്കൂൾ തിരുമേനി പുനർനാമകരണം നടത്തി മാർ അപ്രീം സൺഡേ സ്കൂളാക്കി. കുപ്രസിദ്ധമായ ഉദയംപേരൂർ സുൻഹാദോസിനു ശേഷം നിർദാക്ഷിണ്യം ചാരമാക്കപ്പെട്ട പൗരാണിക സുറിയാനി ക്രിസ്ത്യാനികളുടെ പൈതൃകമായിരുന്ന അമൂല്യ ഗ്രന്ഥങ്ങൾ പുനർനിർമ്മാണം നടത്തിയെടുക്കാൻ തിരുമേനി അതിയായി ആഗ്രഹിച്ചു. മിശിഹായ്ക്കടുത്ത പടിപ്പ്, ഇന്ന് ഉപയോഗിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാക്രമം, തിരുസഭ എന്നിവ തിരുമേനി നൽകിയ സവിശേഷ സംഭാവനകളാണ്. പുരോഹിതന്മാരുടെയും ഷമ്മാശന്മാരുടെയും കുറവ് നികത്തുന്നതിന് പുതിയൊരു ബാച്ചിനെ പരിശീലനം നൽകാൻ അദ്ദേഹം ആരംഭിച്ചു. ഈ ചിത്രത്തിലുള്ളതനുസരിച്ച് താഴെ നിരയിൽ നിന്നും ഇടതുനിന്ന് വലത്തുഭാഗത്തേക്ക് ഷമ്മാശന്മാരായ വി ടി റപ്പായ്, പി കെ തിമോത്തി, എം ടി ജോസഫ്, പി എൽ തിമോത്തി. രണ്ടാമത്തെ നിരയിൽ ഇടതുനിന്ന് വലത്തോട്ട് റവറൻ ആന്റണി ചാക്കോള, റവറൻ റോവൽ അർസാനിസ് ഫ്രം ഇറാഖ്, മാർ തിമോത്തിയോസ് തിരുമേനി, കോനിക്കര പൗലോസ്, അന്തോണി ചിതലൻ. മൂന്നാമത്തെ നിരയിൽ എം എൽ ഫ്രാൻസിസ്, മണ്ണൂക്കാടൻ ഫ്രാൻസിസ് കശീശ, പുറത്തൂക്കാരൻ പി വി ജേക്കബ്, എ ടി ജോസഫ്. അവസാന നിരയിൽ എം ഒ വർഗീസ്, പുള്ളൂക്കാരൻ ഫ്രാൻസിസ്, പി ടി യോഹന്നാൻ, ഇ എൽ വർഗീസ്. തൃശൂരിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനായി തുടങ്ങിയ ഓട്ട് കമ്പനി, സാമ്പത്തിക രംഗത്ത് തൃശൂരിനെ പിടിച്ചുയർത്തിയ കുറിക്കമ്പനികളും, പിന്നീട് രൂപപ്പെട്ട മാർ അപ്രൈം ബാങ്ക്, കാൽഡിയൻ സിറിയൻ ബാങ്ക്, അസീറിയൻ ചാരിറ്റീസ് ബാങ്ക് എന്നിവ തിരുമേനിയുടെ ദീർഘവീക്ഷണവും തൃശൂരിനോടുള്ള അടുപ്പവും പ്രഖ്യാപിക്കുന്നവയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം യുദ്ധക്കെടുതികൾക്കിടയായവരെ ശുശ്രൂഷിക്കാൻ തിരുമേനി മെസപ്പൊട്ടേമിയയിലേക്ക് പോയി. സ്വാതന്ത്ര്യത്തിന്റെ വില ശരിക്കും അറിയാമായിരുന്ന തിരുമേനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഴുവൻ ആത്മാവും ഉൾക്കൊണ്ട് മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചു. തൃശൂരിലെത്തിയ ഗാന്ധിജി ഖാദി വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ബിഷപ്പിനെ കണ്ട് വാസ്തവത്തിൽ അമ്പരന്നുപോയി. മുറിയിലുണ്ടായിരുന്ന ഒരേയൊരു കസേര ഗാന്ധിജി തിരുമേനിക്ക് നൽകിയെങ്കിലും സ്നേഹപൂർവ്വം അത് നിരസിച്ചുകൊണ്ട് തിരുമേനി ഗാന്ധിയോടൊപ്പം നിലത്തിരുന്നു. ഗാന്ധിജി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്റെ കേരള സന്ദർശന വേളയിൽ തിരുമേനിയെ കാണാൻ ജവഹർലാൽ നെഹ്റു ആഗ്രഹം പ്രകടിപ്പിച്ചു. തിരുമേനിയുടെ അരമനയിൽ ഭാര്യ കമലയോടും മകൾ ഇന്ദിരയോടുമൊത്ത് 2 മണിക്കൂറോളം നെഹ്റു തിരുമേനിയുമായി സംസാരിച്ചു. അക്ഷീണമായ പ്രയത്നവും മാനസിക സമ്മർദ്ദങ്ങളും വിശ്രമമില്ലായ്മയും അനേക വർഷങ്ങൾ കൊണ്ട് തിരുമേനിയുടെ ആരോഗ്യത്തെ ബാധിച്ചു. തിരുമേനിക്ക് ഉറക്കം കുറവായി. പക്ഷേ തിരുമേനി ഒരിക്കലും തന്റെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്നും മാറി നിന്നില്ല.
ഒരിക്കൽ തിരുമേനി തന്റെ മരണം പ്രവചിക്കുക പോലും ചെയ്തിട്ടുണ്ട്. സമാധിക്ക് 2 ദിവസം മുൻപ് വലിയൊരു പ്രകാശം കാണുന്നത് പോലെ തോന്നുന്നു എന്ന് പൗലോസ് കശിശയോട് പറഞ്ഞു. അത് വെറും തോന്നലായിരിക്കുമെന്ന് അച്ഛൻ ആശ്വസിപ്പിച്ചെങ്കിലും ആ പ്രകാശം അധികമായി വരുന്നെന്നും വലിയൊരു ആത്മസന്തോഷം അനുഭവിക്കുന്നുവെന്നും തിരുമേനി സൂചിപ്പിച്ചു. അന്ന് അദ്ദേഹം ഊർജ്ജസ്വലനായി കാണപ്പെട്ടു. കട്ടിലിൽ കിടന്നിരുന്ന തിരുമേനിയെ ഓശാന ഞായർ ശുശ്രൂഷയുടെ മാറ്റൊലികൾ വികാരഭരിതനാക്കി. ഓശാന ഘോഷയാത്ര അരമനയിലൂടെ കടന്നുപോകാൻ തിരുമേനി കൽപ്പിക്കുകയും തന്റെ ജീവിതത്തിലെ അവസാന ഓശാന പ്രദക്ഷിണത്തിന് സാക്ഷിയാവുകയും ചെയ്തു. പക്ഷേ 9 മണിക്ക് തിരുമേനിക്ക് അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്ന യോഹന്നാൻ കശീശ ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം തിരുമേനിക്ക് പകർന്നുകൊടുത്തു. ദിവ്യശ്രീ എം.ഒ. വർഗീസ് ഷമാശനും അപ്പോൾ തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് അഭിമാനിക്കാം, കൃതജ്ഞതയുള്ളവരായിരിക്കാം. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമ്മുടെ സഭയിലേക്ക് ഒരു വിശുദ്ധന്റെ പിറവി. അതിപുരാതനമായ നമ്മുടെ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് പേർഷ്യയുടെയും റോമിന്റെയും മധ്യത്തിലുള്ള അപ്പർ മെസപ്പൊട്ടോമിയയിലെ നഗരമായ എഡേസയുടെ തീരങ്ങളിലേക്കാണ്. ക്രിസ്തുമതത്തിലേക്ക് പൂർണ്ണമായും പരിവർത്തനം ചെയ്ത ആദ്യത്തെ രാജ്യമാണ് എഡേസ. ഇന്ന് ലോകം മുഴുവനും അസിറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്. എഡേസയുടെ ഭരണാധിപനായിരുന്ന അബ്ഗാർ രാജാവിന് മാറാവ്യാധി പിടിപെടുകയും അദ്ദേഹം യേശു ക്രിസ്തുവിന് തന്റെ ദുരിതത്തെക്കുറിച്ചും
അവിടെ വന്ന് അദ്ദേഹത്തെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചും കത്തെഴുതുകയുണ്ടായി. തന്റെ ഉറ്റ സ്നേഹിതനായ അനന്യാസ് വശമാണ് ഈ കത്ത് യേശുവിന് എത്തിക്കുന്നത്. പക്ഷേ യേശു താനിപ്പോൾ വരുന്നില്ലെന്നും എന്നാൽ തന്റെ ശിഷ്യന്മാരാൽ രാജാവിന്റെ ദീനത്തിന് അറുതി വരുമെന്നും മറുപടി കൊടുത്തു. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തോമാസ് ലീഹ മാർ അദ്ദായിയെ എഡേസയിലേക്ക് അയക്കുന്നുണ്ട്. മാർ അദ്ദായി എഡേസയിലുണ്ടായിരുന്ന ഒരു ജൂത കുടുംബത്തോടൊപ്പം താമസിച്ച് സുവിശേഷ വേലയും രോഗസൗഖ്യങ്ങളും നടത്തിപ്പോന്നു. ക്രിസ്തു ശിഷ്യനായ മാർ അദ്ദായിയാണ് തന്റെ രാജ്യത്ത് സുവിശേഷ വേലയും രോഗസൗഖ്യങ്ങളും നടത്തുന്നതെന്ന് കേട്ടറിഞ്ഞ അബ്ഗാർ രാജാവ് അദ്ദേഹത്തെ ആളയച്ചു വരുത്തുകയും ക്രിസ്തു ശിഷ്യനാണോ എന്ന് ചോദിച്ചറിയുകയും ചെയ്തു. മാർ അദ്ദായി അത് സമ്മതിക്കുകയും തൽസമയത്തു തന്നെ അദ്ദേഹത്തിന്റെ രോഗം സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. അബ്ഗാർ രാജാവ് ക്രിസ്തുമതം സ്വീകരിക്കുകയും സുറിയാനി ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായി എഡേസ മാറുകയും ചെയ്തു. എഡേസയുടെ ഭാഷയായിരുന്നു സുറിയാനി. ഇത് ക്രിസ്തു സംസാരിക്കുന്ന അരമായ ഭാഷയുടെ തന്നെ വകഭേദമാണ്. വാസ്തവത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനാക്രമം രൂപപ്പെടുത്തിയതും ആദ്യമായി ആചരിച്ചതും യാക്കോബ് സ്ലീഹ ആണെന്നു കാണാം. കിഴക്കിന്റെ സഭയായ ഭാരതത്തിലെ കൽദായ സുറിയാനി സഭക്കാർ ഇപ്പോഴും പിന്തുടരുന്നത് മാർ അദ്ദായ്, മാർ മാറി എന്നീ വിശുദ്ധന്മാരുടെ തക്സയാണ്. ഇനി നമുക്ക് തെക്കു പടിഞ്ഞാറൻ മലബാർ തീരത്തേക്ക് വരാം, നമ്മുടെ കേരളത്തിലേക്ക്. ചരിത്രകാരന്മാർ പറയുന്നത് തോമാസ് ലീഹ 2 പ്രാവശ്യം ഭാരതം സന്ദർശിച്ചിരുന്നു എന്നാണ്. തോമാസ് ലീഹായുടെ കേരള സന്ദർശനത്തിന് വളരെ മുൻപ് തന്നെ അസീറിയക്കാരും ബാബിലോണിയക്കാരും അറബികളും ജൂതന്മാരും കേരളവുമായി വളരെ ആരോഗ്യപൂർണമായ വ്യാപാര ബന്ധത്തിലായിരുന്നു. എന്നാൽ തോമാസ് ലീഹായുടെ വരവോടുകൂടിയാണ് ക്രിസ്തുമതം കേരളത്തിൽ വേരോടാൻ തുടങ്ങിയത്. പണ്ട് മുതലേ സുറിയാനി ക്രിസ്ത്യാനികൾ വ്യാപാരത്തിൽ സമർത്ഥരായിരുന്നു. വ്യാപാരികളായി വന്ന പഴയ ജൂതന്മാരുടെ ജനിതക ഘടനയായിരിക്കും ഇതിനു കാരണം. പേർഷ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വ്യാപാരത്തിന് വന്ന പല സുറിയാനി ക്രിസ്ത്യാനികളും കേരളത്തിലെ നല്ല കാലാവസ്ഥയും വ്യാപാരത്തിന് അനുകൂലമായ ഘടനകളും കണ്ട് ഇവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ച് ഇവിടെ തന്നെ താമസം തുടങ്ങിയതായാണ് ചരിത്രം. ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. സമുദ്രാന്തര വാണിജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ആളുകൾ വന്നിരുന്നത് വിശേഷിച്ചും ആ ഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ധാരാളം യഹൂദരും പേർഷ്യക്കാരും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുദീർഘമായ തുടർച്ച ജനറ്റിക്സ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. മൈറ്റോകോൺഡ്രിയൽ DNA അനാലിസിസ് നടത്തിയിട്ട് ആ ഭാഗത്ത് നിന്ന ആളുകളുമായുള്ള ബന്ധം ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സെൻറ്റ് തോമസിൻ്റെ ട്രഡീഷൻ പരിശോധിക്കുമ്പോൾ, അതല്ലെങ്കിൽ കാലിഡിയൻ ചർച്ചിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടി വരും. 200 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ തൻ്റെ രാജ്യപുരോഗതിയുടെ ഭാഗമായിട്ട് കച്ചവടത്തിനായി 52 ക്രിസ്ത്യൻ കുടുംബങ്ങളെ തൃശ്ശൂർ പുത്തൻപേട്ട എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഈ ക്രിസ്ത്യാനികളെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേക 1796 കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ 52 സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളെ തൃശൂരിലെ വ്യാപാര അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായി തൃശൂരിലേക്ക് കൊണ്ടുവരാനുണ്ടായ കാരണവും ഇതുതന്നെയായിരിക്കണം. ഇതുമൂലം തൃശൂരിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. വന്നുചേർന്ന സുറിയാനി ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം തെറ്റിച്ചുമില്ല എന്നതാണ് ചരിത്രം. ഇവർക്ക് ആരാധിക്കാനായി പള്ളി പണിതു കൊടുക്കാൻ മഹാരാജാവ് തയ്യാറാവുകയും അതിനായി കരം ഒഴിവാക്കി ഭൂമിയും സൗജന്യമായി മര ഉരുപ്പടികളും നൽകി. ഇത് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ ഇവിടെ തന്നെ തുടരുന്നതിനും വിദേശവുമായുള്ള വ്യാപാരം പുഷ്ടിപ്പെടുത്തുന്നതിനും ഇടയാക്കി. അങ്ങനെ കൊച്ചിയുടെ രാമവർമ്മ മഹാരാജാവ് അനുവദിച്ചു നൽകിയ പള്ളിയാണ് തൃശൂർ മാർത്തുമറിയം വലിയ പള്ളി. രാമവർമ്മ മഹാരാജാവിന്റെ കാലത്തായിരുന്നു ഇത് നടന്നത്. തൃശൂർ നഗരത്തിലെ ആദ്യത്തെ ദേവാലയമായിരുന്നു ഇത്. 1815 മാർച്ച് 15 ബഹുമാനപ്പെട്ട അബ്രഹാം അർക്കതിയാക്കോനാണ് വലിയ പള്ളിയിൽ ആദ്യത്തെ ദിവ്യബലി അർപ്പിച്ചത്. രാജാവ് കൊടുത്ത തിട്ടൂരത്തിൽ ഇതിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ പള്ളിയിൽ കൽദായ സുറിയാനി ക്രമമനുസരിച്ചുള്ള
കർമ്മവും ക്രിയയുമായിരിക്കണം നടത്തപ്പെടേണ്ടത്. അത് മാത്രമല്ല, ഇവിടെയുള്ള പുത്തൻപേട്ടയിലുള്ള വിശ്വാസികളുടെ ആവശ്യാർത്ഥമാണ് ഇത്തരത്തിലൊരു കൽപ്പന അയക്കുന്നതെന്നും അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രഥമ മേലധ്യക്ഷനായിരുന്ന അബ്രഹാം അർക്കിത് യാക്കോബിന് ശേഷം 1830 മുതൽ മറ്റൊരു വൈദികൻ ഭരിച്ചതായിട്ടാണ് ചരിത്രം. ജോസഫ് എപ്പിസ്കോപ്പ എന്ന അദ്ദേഹം 19 വർഷത്തോളം തൃശ്ശൂർ പള്ളിക്ക് നേതൃത്വം നൽകിയതായി അറിയുന്നു. അതിന് ആ കാലഘട്ടത്തിൽ 1815 തൃശൂർ നഗരത്തിലെ പ്രധാന വഴികളിലൊന്നായ ഹൈറോഡിനെ തൃശൂർ കോർപ്പറേഷൻ മാർ തിമത്തിയോസ് ഹൈറോഡ് എന്ന് പുനർനാമകരണം ചെയ്തത് തിമത്തിയോസ് തിരുമേനിയോടുള്ള ആദരസൂചകമായിട്ടാണ്. തിരുമേനിയുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ തിരുമേനിയെ ചികിത്സിച്ചിരുന്ന അഷ്ടവൈദ്യൻ നാരായണമോസ് തിരുമേനിയെ അരമനയിൽ ചെന്ന് ചികിത്സിച്ചിരുന്നതുകൊണ്ട് ആ കുടുംബം അരമന വൈദ്യർ എന്ന് അറിയപ്പെട്ടു. ഈ കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന അംഗം തന്റെ മുത്തശ്ശനുമൊത്ത് ചികിത്സാവസരങ്ങളിൽ തിരുമേനിയെ കണ്ടിരുന്നതും തിരുമേനിയുമൊന്നിച്ച് ചെലവഴിച്ച നിമിഷങ്ങളും ഓർത്തെടുത്ത് അയവിറക്കുന്നു. My name is Patricia D. Caleta Splinter, the daughter of the late Dr. Isha D. Caleta, who was raised by his uncle, Marty Matius, the Metropolitan in Trichur, India. Greetings everyone in India. I'm Zeki Caleta. This is my brother Gamliel Caleta, my other brother Rul Caleta, and my son William Caleta. The saints play an His Grace Mar Avaroy, part Bishop of California and Holy Synod Secretary, Assyrian Church of the East. His Grace Mar Paulus Benjamin, Bishop of Eastern USA. ഇദ്ദേഹം മാർ തിമത്തിയോസ് തിരുമേനിയുടെ അതേ ഗ്രാമത്തിലെ അതേ ഗോത്രവിഭാഗത്തിൽപ്പെട്ടതാണ്. The third time in India, and especially this time I came to attend the celebration. ഇത് വിശുദ്ധ മാർ അഭിമലേക് തിമത്തിയോസ് തിരുമേനിയുടെ പ്രാർത്ഥനാമുറി. ഇവിടെയാണ് തിരുമേനി മണിക്കൂറുകളോളം ധ്യാനനിരതനായി പ്രാർത്ഥനാപൂർവം ചിലവഴിച്ചിരുന്നത്. ദുഷ്ടാത്മാക്കളെ ശാസിക്കാനും ആത്മീക തടസ്സങ്ങളെ അതിജീവിക്കാനും ദിവ്യമായ ശക്തിക്കായി തിരുമേനി സമയം ചെലവഴിച്ചിരുന്ന ഇടം. ശക്തമായ പ്രാർത്ഥനയിലൂടെയും ശരിയായ വിശ്വാസത്തിലൂടെയും വിശുദ്ധ തിമത്തിയോസ് തിരുമേനി ഈ സഭയെ വീണ്ടെടുത്തു. മാർത്തുമറിയം വലിയ പള്ളിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മെത്രാപ്പൊലീത്തയുടെ അരമന 1928 മാർ തിമത്തിയോസ് തിരുമേനി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. വിശ്വാസികളുടെ ഇടയിൽ മാർ തിമത്തിയോസ് തിരുമേനി ഒരു വിശുദ്ധനായി എന്നേ മാറിക്കഴിഞ്ഞു. ക്രൈസ്തവരും അക്രൈസ്തവരുമായ 100 കണക്കിന് ആളുകൾ ദിവസവും തിരുമേനിയുടെ കല്ലറ സന്ദർശിക്കുന്നു. തിരുമേനിയുടെ അനുഗ്രഹത്തിനും സ്വകാര്യ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടുന്നതിനും അവർ പ്രാർത്ഥിക്കുന്നു. തിരുമേനി അനേകർക്ക് കാവൽ മാലാഖയാണ്. അവർ അവിടെ തിരികത്തിക്കുകയും മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തിപ്പോരുകയും ചെയ്യുന്നു. എണ്ണമറ്റ വിശ്വാസികളുടെ ഹൃദയത്തിൽ എന്നേ തിരുമേനി വിശുദ്ധനായി തീർന്നു. അവസാനമായി നമ്മുടെ നിലപാടെന്താണ്? നമ്മൾ മുഖം തിരിക്കണോ, നിശബ്ദരായിരിക്കണോ, അതോ അചഞ്ചലമായി മുന്നോട്ടു പോകണോ? വരൂ, നമുക്കൊത്തുചേരാം, ഒരുമിച്ചു നിൽക്കാം, കൈകോർക്കാം. കൽദായ സുറിയാനി പാരമ്പര്യം അണുവിട തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞയെടുക്കാം. മാറന്മാർ ഗീവർഗീസ് ലീവ പാത്രിയാർക്കീസ് തിരുമേനിയുടെ നേതൃത്വവും മാർ അപ്രേം തിരുമേനിയുടെ മാർഗനിർദ്ദേശങ്ങളും നമ്മെ സഹായിക്കട്ടെ. എല്ലാ ക്രൈസ്തവ സഭകളുടെയും അമ്മയായ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയോട് നമുക്ക് ചേർന്നു നിൽക്കാം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ എല്ലാ ക്രിസ്തീയ സഭകളുടെയും അമ്മ. വിശ്വാസവീരൻ ശിവപേരൂർത്തന്നാചാര്യൻ
സഭയിലെ പൗരസ്ത്യ ശോഭമാർബന്യാമിൻ ആത്മീയ പുത്രൻ